അതേ സ്റ്റോറി തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഓർത്തു ഞാൻ. സെക്കൻഡ് ഇപ്പം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് സെയിം അറ്റയർ സെയിം പൊസിഷൻ. ഓക്കെ. അപ്പോൾ അമേരിക്കയിൽ പോവാണ് കേട്ടോ. അമേരിക്കയിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഇത് അടിച്ച് കിട്ടണം. വിസ അടിച്ച് കിട്ടി കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് യു കെയിലും കൂടെ വേണം. കാരണം യു കെ വഴിയാണ്, ലണ്ടൻ വഴിയാണ് പോകുന്നത്. എല്ലാവരും ജർമ്മനി വഴിയൊക്കെ പോകുന്നുണ്ട്. ഐ ക്യാൻ ചൂസ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദർ ഇൻ ലോ, അരവിന്ദിൻ്റെ ബ്രദർ അവിടെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കസിൻ ഉണ്ട് അവിടെ, ജിത്തിൻ എന്ന് പറയും. ജിത്തിനും വൈഫും അവിടെ ഉണ്ട്. അവർ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ലണ്ടൻ കാണുകയും ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ട് പോവില്ലല്ലോ. സോ ഐ ഗേവ് ഇറ്റ് ടു ഫോർ ഇത് യു കെ വിസ. ഷെങ്കൻ വിസയായിട്ട് ആണ് എടുത്തതെന്ന് തോന്നുന്നു കേട്ടോ, യു കെ. ബിക്കോസ് പാരീസുമൊക്കെ പോകാൻ പറ്റുമെങ്കിൽ ഇല്ലില്ല, സോറി, അത് പിന്നെയാണ്, അത് പിന്നീടുള്ള ട്രാവലിലാണ്, മാറിപ്പോയിട്ടോ. യു കെയിലേക്കുള്ള വിസയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തു. കുറേ ദിവസമായിട്ടാവും എനിക്ക് ഈ ട്രാവലിൻ്റെ ദിവസം വരുന്നു. ഇതുവരെ എൻ്റെ പാസ്പോർട്ട് കൈ കിട്ടില്ലല്ലോ. കുഴപ്പമായോ? അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് നവീന അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പാരാലീഗലായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, നവീന എന്ത് ചെയ്യും, ഇത് വരുന്നില്ല, നന്നായിട്ട് പ്രാർത്ഥിക്കുക, അത് വന്നോളും, അതിൻ്റെ സമയത്തിന് അത് വരും, പ്രാർത്ഥിക്കുക, അത് വരും എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ എന്നും മുട്ടിപ്പോയി പറയും, ദൈവമേ ഇന്ന് വരും. അവസാനം ഞാൻ ആ ട്രാവൽ ഏജൻറ്റിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല, 3 ദിവസമേ ഉള്ളൂ എൻ്റെ ട്രാവലിനെന്ന് പറഞ്ഞ്. അദ്ദേഹം എന്തോ അദ്ദേഹത്തിൻ്റെ ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ പാസ്പോർട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ദൈവമേ, ഞാൻ പറഞ്ഞു, ഇത് അത് സീലാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ആ വിസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞില്ല, അതാകും അവരുടെ ഇതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡൽഹിയിലാണ് കേട്ടോ സ്റ്റാമ്പ് ചെയ്ത് വെച്ചേക്കണേ. ഇനി അവിടെ നിന്ന് ഇവിടെ എത്തണം. എന്നിട്ട് പിന്നെ ഒരു സ്പീഡ് പോസ്റ്റിൽ കൊണ്ടുവന്ന് പോകുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം, നാളെ വെളുപ്പിനെ പോകണ്ടേ, ഇനി ഒരു ദിവസം മുമ്പേ ഉള്ള വൈകുന്നേരമാണ് എനിക്ക് എൻ്റെ പാസ്പോർട്ട് കൈ കിട്ടുന്നത്. എൻ്റെ ഈശ്വര, എനിക്കറിയില്ല എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും എല്ലാം ദൈവം തന്നെ ഇങ്ങനെ മാറ്റുന്നു അല്ലേ. അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്യാണ്. ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റിൽ ഞാൻ, പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ആ കുട്ടിയുടെ മകനും വരണമായിരുന്ന സമയത്ത് എല്ലാവരും കൂടെ പോവാണ് കേട്ടോ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആകും ഞങ്ങൾ. കാരണം എന്താണെന്നറിയോ, അവിടെ എല്ലാവരും കൂടെ, എല്ലാ സീനിയേഴ്സും കൂടെ ഒരു ഫ്ലൈറ്റിൽ അവർ ട്രാവൽ ചെയ്യില്ല. ആ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ഞങ്ങളുടെ ഓണറിന്. ബിക്കോസ് ഇഫ് ദ പ്ലെയിൻ ഗോസ് ഡൗൺ, കീ പേഴ്സൺസ് എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് കൂടെ ചിന്തിക്കാറുണ്ടായമ്മ. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. നമ്മളങ്ങനെ ഒരു ഫ്ലൈറ്റിനകത്തേക്ക് കയറുമ്പോഴേക്കും നെഗറ്റിവിറ്റി അല്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ എല്ലാവരും അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ അത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവും അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ഫ്ലൈറ്റ് ഡൗൺ ആയത്, മലേഷ്യൻ എയർവേസിൻ്റെ, ആ മലേഷ്യൻ എയർവേസിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ഡൗൺ ആയിട്ട് വീണ സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റും ഡൗൺ ആക്കി, വെടിവെച്ച് വീഴ്ത്തപ്പെട്ടു. കാരണം പറയുന്നത് അതിനകത്ത് കയറിയ ആൾക്കാർക്കെല്ലാം ഈ ആദ്യത്തെ ഫ്ലൈറ്റിൻ്റെ ഫിയർ ഉണ്ടായിരുന്നു, സെയിം മോഡൽ തന്നെ അതും ഡൗൺ ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. നമുക്കൊരു നെഗറ്റീവ് തോട്ട് എങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഷിഫ്റ്റ് ചെയ്ത് മാറ്റണം, പറിച്ചങ്ങ് കളയണം. അതൊന്നുമില്ല, എത്ര പേര് ട്രാവൽ ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട് യു ഹാവ് ടു ബി വെരി പോസിറ്റീവ്. ഒരിക്കലും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ നെഗറ്റീവ് കൊണ്ടുവരരുത്. നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ട് നമുക്കൊരു കാര്യമില്ലല്ലോ. പറഞ്ഞു വന്നത്, അപ്പം ഞാൻ കയറുകയാണ് ഫ്ലൈറ്റിൽ. അപ്പം അന്ന് പോകുമ്പം മാളവിക കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മുകളിൽ ഇതിൽ ചെന്നപ്പം എനിക്ക് തലവേദന പൊട്ടിത്തെറിക്കുക കേട്ടോ. അപ്പം എനിക്ക് ഗുളികയൊക്കെ തന്നു അങ്ങനെ. കാരണം ഞാൻ ആദ്യമായിട്ടുള്ള ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്. ആൻഡ് ദാറ്റ് ടു ഇറ്റ് ഇസ് ഓവർ സർട്ടൻ, ഭയങ്കര സീ ലെവൽ മുകളിലാണ്. നമ്മളൊക്കെ സാധാരണ ഡൊമസ്റ്റിക് മാത്രമേ ഞാൻ അന്നൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളൂല്ലോ. അങ്ങനെ പോവാണ് കേട്ടോ. പോയി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവർ തിരിഞ്ഞു പോയി. അവർ വേറെ ഫ്ലൈറ്റിൽ നേരെ US ന്യൂയോർക്കിലേക്ക് എവിടേക്കോ പോയി, അവരുടെ ബ്രദറിൻ്റെ ഉള്ളിടത്ത്. പിന്നെ അവർ നമ്മളെല്ലാവരും സാൻ ഫ്രാൻസിസ്കോയിൽ മീറ്റ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഇത് വന്നിട്ട് ലണ്ടനിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ, ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ തിരിച്ച് ലണ്ടനിൽ തന്നെ ഇറങ്ങി എൻ്റെ ബ്രദറിനോട് വീട്ടിൽ നിൽക്കും എന്നാണ്, അല്ലെങ്കിൽ ജിതിൻ്റെ വീട്ടിൽ നിൽക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പോവാണ്. പോയി അവിടെ ചെന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് എന്താ പറയുക, എൻ്റെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് പോയി. കാരണം കുറേ നേരം ഈ ഫ്ലൈറ്റ്സൊക്കെ ഭയങ്കര ഡിലേ ആകും ആ സമയത്തൊക്കെ. ഇറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അന്നും ഒരു ട്രാക്കറുണ്ട്, ഈ എയർപ്ലെയിൻ ട്രാക്കർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൽ അരവിന്ദ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അരവിന്ദ് നോക്കിക്കൊണ്ടിരുന്നിട്ട് എനിക്ക് എൻ്റെ മൊബൈലിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അരവിന്ദ് വാസ് ഇൻ റഷ്യ ആ സമയത്ത് കേട്ടോ, കസഖ്സ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് ചെയ്യായിരുന്നു. ഞങ്ങൾ പലരും പല സമയത്ത് ഞങ്ങൾ
പല രാജ്യത്തിൻ്റെ പല പല സ്ഥലങ്ങളിലായിരുന്നു കേട്ടോ. ഇതെന്തിനാ ഞാൻ അങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഞാൻ ഈ അവസ്ഥയൊക്കെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന്. അപ്പോൾ അവർ ചോദിക്കും ഇത്രയും ഫ്ലൈയിങ് ആയിട്ട് നടന്ന ആൾക്കാർ എങ്ങനെ ഇങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉള്ള ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ താഴെ എനിക്ക് കസഖ്സ്ഥാനിൽ കാണാം. നമുക്ക് ഈ ഫ്ലൈറ്റ് ട്രാക്കർ നമ്മുടെ മുമ്പിൽ ഒരു സ്ക്രീൻ ഉണ്ട്, അതിൽ നമുക്ക് നോക്കാം നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ എവിടെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കണ്ടിരുന്നു കസഖ്സ്ഥാൻ്റെ മുകളിൽ എൻ്റെ ഫ്ലൈറ്റ് വന്നപ്പോൾ ഞാൻ കരഞ്ഞു എന്നുള്ളതാണ്. എന്തിനാ ഞാൻ അയ്യോ എൻ്റെ ഹസ്ബൻഡ് അവിടെയാണല്ലോ, ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടി പോകും, അങ്ങനെ എന്തോ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ പോയി അവിടെ ഇറങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതുപോലെ ഫ്ലൈറ്റ് പോയിരിക്കുകയാണ്. ഒരു പിടിയിൽ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ അരവിന്ദ് പറഞ്ഞിട്ടില്ല. അവരവിടെ വേറെ ഫ്ലൈറ്റിലേക്കുള്ള ബോർഡിംഗ് പാസ് തന്നോളും, യു ഷുഡ് നോട്ട് പാനിക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മെയിലിൽ എനിക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റോമിങ്ങിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, മൊബൈലിൽ എല്ലാം ഉണ്ട്. ഒരു ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞ ഒരു മൊബൈലായിരുന്നു ആ സമയത്ത്, വേറെ യു ക്യാൻ ഗെറ്റ് മെയിൽ ഓൾസോ. എന്നിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ആഗ അരവിന്ദ് എന്ന് ഭയങ്കര ആക്സെൻറ്റിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. ഐ ആം ജസ്റ്റ് കുറേ ആളുകളുടെ പുറയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എന്നെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. അവിടെ ചെല്ലുമ്പോൾ നോക്കാം, എനിക്ക് അറിയണ്ടേ അത് അവരെന്നെ തേർഡ് ആണെന്നുള്ളത്. കുറച്ചുകൂടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു മാം ആഗ അരവിന്ദ് എന്ന് പറഞ്ഞപ്പോൾ യു കം ഐ എം വെയിറ്റിംഗ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു ഹെഫ്റ്റി ഒരു ലേഡി, ഷീ ഈസ് എ ഇന്ത്യൻ ആൻഡ് ഷി വാസ് എ മലയാളി ടു, ബട്ട് ഷി വാസ് വെരി റൂഡ്. എൻ്റെ അടുത്ത് എത്ര നേരമായി അങ്ങനെ പറഞ്ഞു, ഒന്ന് മലയാളത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞു ഐ ഹാവ് ടു ഗോ റൈറ്റ്, ഐ ആം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ യു, മൈ ടൈം ഈസ് ഓൺലി ടിൽ 8 o'clock, ലുക്ക് അറ്റ് ദ ടൈം നൗ, ഇറ്റ് ഈസ് 10:30 in the morning, I have to go home, I have to take care of the house, do you know? അങ്ങനെ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ട്രാവൽ, ഒന്നാമതൊരു മലയാളിയായിട്ടുള്ള ലേഡി അവരെനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതിങ്ങനെയല്ലേ കുട്ടി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ സോറി ഞാൻ ആദ്യമായിട്ട് ചെയ്യാണെന്ന് ഞാൻ പറഞ്ഞേനെ. ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കണം. മലയാളിയാന്ന് എനിക്ക് മനസ്സിലായത്, എന്താ പിന്നെ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിച്ചില്ലേ. അതുകൊണ്ട് ദെൻ ഷീ ഡിഡ്ന്റ് സ്പീക്ക് ഈവൻ ഷീ ഡിഡ്ന്റ് utter even one word in Malayalam. Then she went off. Then I asked ma'am my luggage, it will be in the carousel എന്ന് പറഞ്ഞു. മനസ്സിലായില്ല എനിക്ക്, carousel ഉണ്ടെന്ന് പറയണത്. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചു അതായിരിക്കും എന്ന് ഗസ് ചെയ്ത് പിന്നീട് അവിടെ നിൽക്കുന്ന ഒരാളോട് പോയി ചോദിച്ചു. അയാൾ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അവരെൻ്റെ ഇത് നോക്കി. അപ്പോൾ പറഞ്ഞു ഇത് എടുക്കണ്ട, നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് വരും എന്ന് പറഞ്ഞു കേട്ടോ. ഇങ്ങനെ നോക്കിയിട്ട് സമാധാനം. പക്ഷേ ഈ ഫ്ലൈറ്റ് എവിടെ നിന്ന് പിടിക്കണം? അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പോയിട്ട് യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ ട്രെയിൻ. അന്നൊക്കെ അവിടെ ഒരു മെട്രോ പോലെ ഒരു ട്രെയിൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി, അതിൽ കയറിയിട്ട് വേണം ന്യൂയോർക്കിൽ വലിയ എയർപോർട്ടല്ലേ. അപ്പോൾ അവിടെ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്സിൻ്റെ ഗേറ്റ് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഈ ട്രെയിൻ കയറണം. അവിടെ പോയി നിന്നു. എല്ലാവരും ഇങ്ങനെ ഒന്ന് തുറക്കും, എല്ലാവരും ഇടിച്ചങ്ങ് കയറിയിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, സൂക്ഷിച്ച് പോകണം. ഈ ട്രെയിൻ തന്നെ ഇതൊരു മെട്രോ ആണ്, ഇറ്റ് വിൽ ഗോ ഓഫ് ടു ദി സിറ്റി അഗെയിൻ. അപ്പോൾ നിങ്ങൾ ആ സിറ്റിയിലേക്ക് പോവും, പിന്നെയും നിങ്ങൾക്ക് തിരിച്ച് ഇതിൽ തന്നെ ഇരുന്നിട്ട് കുറേ നേരം എടുക്കുക. അതുകൊണ്ട് നോക്കി നിൽക്കണം, ആരെങ്കിലും ചോദിക്കണം എന്ന് പറഞ്ഞു. ഇത്രയും കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ നോക്കി നിന്ന് കറക്റ്റായിട്ടൊക്കെ തപ്പി പിടിച്ച് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര, ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ട് I think it was 10 hours to London. From there, it took another almost 8 hours ആണെന്ന് തോന്നുന്നു. 6 ആണ് 8 എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഒരു 10-18 മണിക്കൂർ ഓൾറെഡി ട്രാവൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ന്യൂയോർക്കിലെത്തുന്നത്. അവിടെ നിന്നാണ് ഈ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് എന്നത് 3 hours ആണെന്ന് എനിക്ക് തോന്നുന്നു. 3.5 എനിക്ക് ഓർമ്മയില്ല കേട്ടോ അത്. എന്നാലും ഇറ്റ് വാസ് എ ലോങ് ഫ്ലൈറ്റ്. അതിൽ കയറിയപ്പോൾ എന്നെ കണ്ടപ്പോഴേക്കും ആ എയർ ഹോസ്റ്റസ് പറയാണ്, അമേരിക്കൻ എയർലൈൻസ് ആണ് കേട്ടോ അത്. അതെ, കിടന്നോളൂ നിങ്ങൾ ഇവിടെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഷീ ജസ്റ്റ് മെയ്ഡ് മീ ടു സ്ലീപ്പ്. 2 സീറ്റ് അങ്ങോട്ട് തന്നിട്ട് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അവിടെ ഇടയ്ക്ക് അവർ വന്നിങ്ങനെ നോക്കി എൻ്റെ ബെൽറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടോയെന്നായിരിക്കും. എനിക്കിങ്ങനെ അറിയാം ആരോ വന്നത്, ബോധം കെട്ട് ഉറങ്ങി. അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നടുരാത്രിക്ക് കേട്ടോ ഇറങ്ങണേ. 2 മണിയാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ നിൽക്കുകയാണ് ഇങ്ങനെ. എന്താ ചെയ്യുക ഒന്നും അറിഞ്ഞൂടാ. ഇറങ്ങി ഇതൊക്കെ എൻ്റെ ബാഗൊക്കെ അപ്പോൾ ആരണ്ടൊക്കെ എടുത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് കെറോസിൽ നിന്ന്. ബിക്കോസ് മേ ബി കുറേ നേരം മുമ്പേ വന്നിട്ടുണ്ടാവും. അതേ ഫ്ലൈറ്റ് മിസ് ചെയ്ത് ഫ്ലൈറ്റില്ലേ, അത് കഴിഞ്ഞ് എങ്ങനെയാണ് അതിവിടെ എത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇറ്റ് വാസ് ദെയർ, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിലിരിക്കുന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ രാത്രി 2 മണിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടി.
അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാളെടുത്ത് ചോദിച്ചു ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, ഐ ഹാവ് ടു ഗോ ടു സച്ച് ആൻഡ് സച്ച് പ്ലേസ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു ഇതിനെന്താ ഒരു ടാക്സി പിടിച്ചു, ലിമോ ഹാഡ് ലിമോ എന്ന് പറഞ്ഞു. ലിമോസിൻ എന്നാണ് അവിടെ നമ്മൾ പറയുന്ന മറ്റ് ലോങ് ലിമോസിൻ ഇല്ലേ, അതല്ല, ഹയർ എ ലിമോ എന്ന് പറഞ്ഞ ടാക്സി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ലിമോസിൻ ആയിരിക്കും ഈ പറയണേ. ഈ ട്രാവൽ എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ വീടും പറമ്പൊക്കെ വിറ്റ് ട്രാവലിന് പോണതിനോടും എനിക്ക് യോജിപ്പില്ല. പോകുമ്പോൾ ട്രാവൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു അടുത്ത ടൗണും അടുത്ത സിറ്റിയും കൂടെ കണ്ടിട്ട് വരണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് നോക്കി നിൽക്കണം. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു ഇസ് ഇറ്റ് സേഫ്? ഓഫ് കോഴ്സ് ദെയർ ആർ ക്യാമറാസ് എവ്രിവെയർ, CCTVs, സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അവിടുത്തെ സെക്യൂരിറ്റി. ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പോൾ വരുന്നതെല്ലാം മറ്റേ ആഫ്രിക്കൻ അമേരിക്കൻസ് ഓടിക്കുന്ന കാറിലാണ് കേട്ടോ അങ്ങനെ വരണത്. സോ അവരിങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാനൊന്നും പറയണില്ല കേട്ടോ. ഐ സോ വൺ ഇന്ത്യൻ കമ്മിങ്, ഇന്ത്യൻ കാർ പുറകേന്ന് വരുന്നുണ്ട്, ഇന്ത്യൻ ഓടിക്കുന്ന പോലെ. ഞാൻ കൈ കാണിച്ചു. അയാൾ പറഞ്ഞു വെയിറ്റ് എന്നിങ്ങനെ വെയിറ്റ് ഇങ്ങനെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അകത്ത് തന്നെ വെയിറ്റ് ചെയ്ത് മറ്റേ കാറിൽ ഒരാൾ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അയാൾ പറഞ്ഞു അവർ കയറ്റാതെ എനിക്ക് കയറ്റാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഹിന്ദിയിൽ പറഞ്ഞു. അപ്പോൾ കാസേ मैंने चेन्नई से, हिंदी मालूम है आपको? ഞാൻ പറഞ്ഞു അറിയാം, या मालूम है हिंदी नहीं, वो चेन्नई से वो लोग साउथ इंडिया से लोग आते हैं ना, उन लोगों को हिंदी नहीं आती. അപ്പോൾ ഞാൻ പറഞ്ഞു मेरे को थोड़ा थोड़ा मालूम है क्योंकि मैं हिंदी मूवीज़ वॉच करती हूँ और मेरा पति भी आसाम से हूँ, उसको भी हिंदी मालूम है, इसलिए तो मेरा हिंदी तो थोड़ा अच्छा है. അങ്ങനെ പറഞ്ഞു ഒപ്പിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്തു ലാംഗ്വേജ് വഴി. കയറി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിചാരം ഇന്ത്യനാണെന്നാണ്. കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മേതു കറാച്ചി സേ ഹോ. ഓ അപ്പോൾ എനിക്ക് മനസ്സിലായി. കറാച്ചി ബിസ്ക്കറ്റ് വാങ്ങിച്ച് കഴിച്ചത് ഓർമ്മയുണ്ട് ഹൈദരാബാദിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ഐ നോ ആൻഡ് യുവർ ബിസ്ക്കറ്റ്സ് ആർ വെരി ഫേമസ്, യുവർ ബിരിയാണി ഈസ് ഫേമസ് എന്നൊക്കെ പറഞ്ഞ് അയാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂട്ടി. അങ്ങേര് പറഞ്ഞു ഇപ്പം നിങ്ങൾ പോകുന്ന ഹോട്ടലിലിരിക്കുന്ന സ്ഥലം അത്ര സേഫ് അല്ല കേട്ടോ, അപ്പോൾ ഒരു കാര്യം ചെയ്യണം, യു ഹാവ് ടു ജസ്റ്റ് ഗെറ്റ് ഡൗൺ, ജസ്റ്റ് വാക്ക്, പേഴ്സൊന്നും പുറത്തേക്ക് എടുക്കരുത്, ഈ ബാഗ് ഞാൻ എടുത്ത് വെച്ച് തരാം, ഓടിക്കൊള്ളണം അകത്തേക്ക്, ലോബീൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തിത്തരാം, ഐ വിൽ വെയിറ്റ്. കാരണം ആ ഏരിയയിലൊക്കെ ഈ സമയത്തൊക്കെ പിടിച്ചുപറികളൊക്കെ ഉണ്ടാവാറുണ്ട്. ആൻഡ് വെൻ ദേ സീ വൺ ലേഡി ആൻഡ് ദ ടു ഇന്ത്യൻ കമ്മിങ്, അവരങ്ങനെ ചെയ്യുന്നതാണ്. പാകിസ്ഥാനിയാണ്. ആലോചിച്ച് നോക്കൂ, പാകിസ്ഥാനി ഇന്ത്യ എന്നുള്ളൊരു വിവേചനം ഉണ്ടോ എന്ന് നോക്കൂ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ. അത്രയും എനിക്ക് വിവരം കിട്ടി. എന്നാലും എനിക്ക് പെടപെടപെടേന്നായിരുന്നു. ഞാൻ അരവിന്ദിനെ സ്കൈപ്പിൽ ഫോൺ ചെയ്തു, അരവിന്ദും ഫോണിലിരുന്നു. കാരണം എന്ന് വെച്ചാൽ അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരുന്ന് ഞാൻ അവിടെ ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്തു. ഉറങ്ങിയതേ ഓർമ്മയുള്ളൂ. എന്താ പറയണ്ടേ, അരവിന്ദിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്തിയെന്നുള്ളത്. മറ്റുള്ളവർക്ക് ഓഫീസിൽ ഉള്ള ആൾക്കാർക്കൊന്നും അറിയില്ല ഞാൻ എവിടെ എത്തിയോ എന്താ, ആർക്കറിയാം എവിടെയാന്ന്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ലാൻഡ് ലൈൻ ഫോൺ റിങ് ചെയ്യാണ്. മിസ്സസ് ഡി വിളിക്കുകയാണ്. അവരവിടെ തന്നെ വന്ന് ചെക്ക് ഇൻ ചെയ്തിരുന്നു ഒരു ദിവസം മുമ്പേ. സോ ഷീ വാസ് ജസ്റ്റ് ലുക്കിംഗ് വെദർ എവ്രി വൺ വാസ് സേഫ്. ഇത്ര നല്ല സ്ത്രീ അല്ലേ. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞിട്ട് രാവിലെ എന്നിട്ട് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായൊക്കെ ചെന്നപ്പോൾ ഇവരവിടെ ഉണ്ട് അന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. വേറൊരു ലേഡിയും കൂടെ ഉണ്ടായിരുന്നു, ഡൽഹിയിൽ നിന്ന് വന്ന്, ഡൽഹി ബ്രാഞ്ചിൽ നിന്ന്, ഡൽഹി ഓഫീസിൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പിന്നെ അന്നത്തെ ദിവസമൊക്കെ വി ജസ്റ്റ് വെൻചേർഡ് ഇൻ ടു ദ സിറ്റി. അങ്ങനെ കാരണം അടുത്ത ദിവസമാണ് കോൺഫറൻസ് തുടങ്ങുകയുള്ളൂ. സോ ദാറ്റ് ടൈം വി വിൽ ഷിഫ്റ്റ് ടു ദാറ്റ് ഹോട്ടൽ ഹിൽട്ടണിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിലും താമസിച്ചു. എൻ്റെ ഫ്ലൈറ്റ് ഫസ്റ്റ് എന്താ പറയുക ഫോറിൻ ഫ്ലൈറ്റും എടുത്തു. അങ്ങനെ ഒരു അക്കംപ്ലിഷ്ഡ് ജേണിയാണ് അവിടെ തുടങ്ങിയത്. ഇനി ആ ജേണി എവിടെ അവസാനിച്ചു എന്നറിയണ്ടേ, അത് അടുത്ത പാർട്ടിൽ പറയാം കേട്ടോ. കീപ് വാച്ചിങ്.